ഇതിന്റെ മോണിറ്ററിംഗ് നേരിട്ട് പ്രധാനമന്ത്രിയാണ് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് കേന്ദ്രസേന, അതായത് എയർഫോഴ്സ്, ആർമി, നേവി, NDRF എല്ലാം ഇവിടെയുണ്ട്. അപ്പം പ്രധാനമന്ത്രിയാണ് മോണിറ്റർ ചെയ്യുന്നത്. കൂടുതൽ ടീംസിനെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഹോം മിനിസ്റ്റർ അമിത്ഷാജിയാണ് അതിന്റെ 24 hours അതിന്റെ നിരീക്ഷണം നടത്തുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള അന്വേഷണം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ 120 വീടുകളുണ്ടായിരുന്നു, ഇവിടെ ഇത്ര പേരുടെ ഇത് കിട്ടിയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അറിയും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അതായത് സെൻട്രൽ ഫോഴ്സസിൻ്റെത് സ്റ്റോക്ക് എടുത്തിട്ട് അപ്പം തന്നെ അയക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ കോർഡിനേഷനാണ്. ഓവറോൾ കോർഡിനേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. കാരണം അവരുടെ ഇവിടുത്തെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് അവിടെയാണ്. ഞാൻ ഈ സെൻട്രൽ ഫോഴ്സസിൻ്റെ ഇതിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ നിന്നുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതാ അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഏതാണ്ട് 2 കോളം, അത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, DSCയുടെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിൻ്റെത് ഒരു കണ്ണൂരിൽ നിന്നുള്ള ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ 2 കോളം ആർമിയുടേത് കോഴിക്കോട് നിന്നുള്ള വന്നിട്ടുണ്ട്. 2 കോളം ട്രിവാൻഡ്രത്ത് നിന്ന് മൂവ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോറിൽ നിന്ന് ഏഴിമലയിൽ നിന്ന് അവിടുന്ന് 2 ടീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് മെഡിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് മെഡിസിൻ എക്സെട്ര. പിന്നെ ഇവർ ആർമിക്കാർ ഇന്നലെ തന്നെ 1000 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 70 ഡെഡ് ബോഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 ഡോഗ് ടീം, അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള മനുഷ്യനെ കണ്ടെത്തുന്ന മനുഷ്യനെ കണ്ടെത്താൻ സ്മെല്ല് ചെയ്തിട്ട് കണ്ടെത്താനുള്ള അതൊരു ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 110 ഫീറ്റിന്റെ ബെയിലി ബ്രിഡ്ജസ്, അത് ബാംഗ്ലൂരിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയും ഡോഗ് സ്ക്വാഡുണ്ട്. അതുപോലെ NDRFൻ്റെത് ഏതാണ്ട് അവർ 228 ഡെഡ് ബോഡീസ് അവർ കണ്ടെത്തി. 305 പേരെ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടേത് പല ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇപ്പം മദ്രാസിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ എല്ലാ ഫോഴ്സും മൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രധാനമന്ത്രിയാണ് അതിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതായത് എയർഫോഴ്സിന്റെ 4 ഹെലികോപ്റ്റർ, നേവിയുടെ ടീം 1 ഹെലികോപ്റ്ററും അവരിവിടെ സജ്ജമായിട്ടുണ്ട്. ഏത് നിമിഷം എവിടെ വേണേലും അവരെത്തും. അതിന്റെ കംപ്ലീറ്റ് സംവിധാനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 150 പേരുടെ ഒരു ബറ്റാലിയൻ ആർമിയുടെ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുണ്ട്. അവർ തന്നെ അവിടുന്ന് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് DSCയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. എയർഫോഴ്സിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. നേവിയുടെ ഞാൻ പറഞ്ഞല്ലോ, നേവിയുടെ ഒരു ഹെലികോപ്റ്ററും അവരുടെ ടീമും ഇവിടെയുണ്ട്. നേവിയുടെ ഒരു ഷിപ്പ് കോഴിക്കോട് റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ എല്ലാ ഫോഴ്സസിനും നമ്മുടെ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നിരന്തരമായിട്ട് അമിത്ഷാജി ബന്ധപ്പെടുന്നുണ്ട്. എന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ അമിത്ഷാജിയുടെ ഓഫീസിൽ നിന്നോ അല്ല അമിത്ഷാജി നേരിട്ടോ വിളിക്കുന്നുണ്ട്. നിത്യാനന്ദ് റായ് എന്ന് പറയുന്ന ഹോം മിനിസ്റ്റർ MOS വിളിക്കുന്നുണ്ട്. PMOയിൽ നിന്ന് നിരന്തരമായിട്ടുള്ള മോണിറ്ററിങ് ഇവിടെ ഈ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാം റെഡിയാണ്. എല്ലാം ബാക്കിയുള്ള സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് അലർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. സെപ്പറേറ്റ് കൺട്രോൾ റൂം തുറക്കുന്നുണ്ട്. അത് ഡൽഹിയിൽ ഇവിടെ സ്പോട്ടിൽ ഇവിടെ സ്ഥലത്ത് കൺട്രോൾ കേരള ഗവൺമെന്റിനുണ്ടല്ലോ. കേരള ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ യോജിച്ചാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, കംപ്ലീറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അത് കേരള ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റാണ് പോലീസ്, അതുപോലെ നമ്മുടെ ഫയർഫോഴ്സ്, ബാക്കിയുള്ള മെഡിക്കൽ ടീംസ് അവരിവിടെയുണ്ട്. പിന്നെ ആർമിയുടെ കൂടെ കംപ്ലീറ്റ് മോണിറ്ററിംഗ് അവിടെ നിന്നാണ്. എനിക്ക് സെൻട്രൽ ഫോഴ്സിന്റെ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് എത്തിയിട്ടുണ്ട്. എല്ലാത്തിന്റെയും എക്യുപ്മെന്റ്സ്, എല്ലാ സേനകളുടെയും എക്യുപ്മെന്റ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ആവശ്യമനുസരിച്ച് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ആവശ്യം അറിയിക്കുന്നിടത്ത് എയർലിഫ്റ്റ് ചെയ്യുന്നുണ്ട്.
ഈവൻ ഡൽഹിയിൽ നിന്ന് വരെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി മിനിസ്റ്റർ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ മന്ത്രിമാരാരെങ്കിലും ഇനി? ഇല്ല, അങ്ങനെ ഇപ്പം തീരുമാനിച്ചിട്ടില്ല. കാരണം എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് റിപ്പോർട്ടിംഗ് ആണ് ഇവിടെ നിന്നുള്ള. ഇപ്പൊ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ആവശ്യക്കാർ ഫണ്ട് നിക്ഷേപിക്കാന്നുള്ള നിലയ്ക്ക് പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഫണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ മറ്റു പരിക്കുപറ്റിയവർക്ക് 50,000 രൂപ പ്രഖ്യാപിച്ചു. കേരളത്തിന് വലിയ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് അല്ല, അതൊക്കെ അടുത്തത്. ആദ്യം ഇത് രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യം റിലീഫ് ഇറക്കുക, നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യം. കാരണം അത് ഡൈവേർട്ട് ചെയ്യരുത്.